മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചു. യമുനാ തീരത്തെ നിഗംബോധ് ഘട്ടിൽ ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവർ ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു. AICC ആസ്ഥാനത്ത് പൊതുദർശനത്തിന് ശേഷമാണ് മൃതദേഹം നിഗംബോധ് ഘട്ടിലേക്ക് എത്തിച്ചത്. പൂർണ്ണ സൈനിക ബഹുമതികളോടെയാണ് സംസ്കാരം. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ, മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ അടക്കം നേരത്തെ അന്ത്യോപചാരം അർപ്പിച്ചിരുന്നു. ഇപ്പോൾ നിഗംബോധ് ഘട്ടിൽ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. രാജ്യത്തിന്റെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് അന്ത്യാഞ്ജലികൾ അർപ്പിക്കുകയാണ്. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ ആണ് ഇപ്പോൾ അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മൻമോഹൻ സിംഗിന് വിട നൽകുകയാണ് രാജ്യം. നിഗംബോധ് ഘട്ടിൽ ആണ് സംസ്കാര ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ ഉള്ളവർ ചടങ്ങിൽ നേരിട്ട് പങ്കെടുക്കുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ളവരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം വിവിധ സേനാ വിഭാഗത്തിന്റെ മേധാവികൾ അടക്കമുള്ളവർ പുഷ്പചക്രം അർപ്പിക്കുകയാണ്. 2004 മുതൽ 2014 വരെ തുടർച്ചയായ 10 വർഷം 2 സർക്കാരുകളെ നയിച്ചു. ഇപ്പോൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു അന്ത്യോപചാരം അർപ്പിക്കുന്നതിനായി നിഗംബോധ് ഘട്ടിലേക്ക് എത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. അങ്ങനെ രാജ്യം ഒന്നടങ്കം യാത്രയയപ്പ് നൽകുകയാണ്. മൻമോഹൻ സിംഗ് വിട ചൊല്ലുന്നു. ഒരു യുഗം അവസാനിക്കുകയാണ്. 2004 മുതൽ 2014 വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം നടപ്പിലാക്കിയിട്ടുള്ള പരിഷ്കാരങ്ങൾ ഇനി
ചരിത്രത്താളുകളിൽ സുവർണ ലിപികളിൽ എഴുതപ്പെടുന്ന ഒന്നായി മാറും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് വേണ്ടി ഇപ്പോൾ സേനാംഗങ്ങൾ പുഷ്പചക്രം അർപ്പിക്കുകയാണ്. സർവ സൈന്യാധിപ ആയിട്ടുള്ള രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇപ്പോൾ മൻമോഹൻ സിംഗിന് വിട ചൊല്ലുകയാണ്. അന്ത്യോപചാരം അർപ്പിക്കുകയാണ്. കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കൾ അടക്കമുള്ളവർ യാത്രയയപ്പ് ചടങ്ങിൽ പങ്കെടുക്കുന്നു. അല്പസമയത്തിനകം സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകും. നിഗംബോധ്ഘട്ടിൽ ആണ് സംസ്കാര ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ മൻമോഹൻ സിംഗിൻ്റെ വസതിയിൽ എത്തി നിരവധി പ്രമുഖർ അന്ത്യാഞ്ജലികൾ അർപ്പിച്ചിരുന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ധൻഖർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, UPA മുൻ അധ്യക്ഷ സോണിയാഗാന്ധി അടക്കമുള്ളവർ അന്ത്യാഞ്ജലികൾ അർപ്പിച്ചിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ ആണ് മൃതദേഹം AICC ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വെച്ചത്. അവിടെയും നൂറുകണക്കിന് ആളുകൾ അന്ത്യോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിയിരുന്നു. കോൺഗ്രസ് നേതാക്കൾക്ക് പുറമെ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ, ഉദ്യോഗസ്ഥ തലത്തിലെ മറ്റുള്ളവർ അടക്കം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. മൻമോഹൻ സിംഗിൻ്റെ ഉറ്റവർ, ഉടയവർ, ബന്ധുക്കൾ അടക്കമുള്ളവർക്കും യാത്രയയപ്പ് ചടങ്ങിൽ, സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ അവസരമുണ്ട്. കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ ആണ് ഒരുക്കിയിട്ടുള്ളത്. ഡൽഹിയിൽ പ്രതികൂലമായ കാലാവസ്ഥ, ശൈത്യകാലം ആണ്. ഇന്നലെയെല്ലാം മഴ പെയ്ത പശ്ചാത്തലം കൂടിയുണ്ട്. ഇന്ന് കുറച്ചുകൂടി തെളിഞ്ഞ അന്തരീക്ഷമാണുള്ളത്. നിഗംബോധ്ഘട്ടിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. രാജ്യത്തിൻ്റെ സർവ്വസൈന്യാധിപൻ എന്ന് വിശേഷിപ്പിക്കുന്ന രാജ്യത്തിൻ്റെ രാഷ്ട്രപതി, ഏറ്റവും പരമോന്നതമായ പദവിയിൽ വഹിക്കുന്ന വ്യക്തി, ഇപ്പോൾ മൻമോഹൻ സിംഗിന്, മുൻ പ്രധാനമന്ത്രിക്ക് വിട നൽകുകയാണ്. 10 വർഷം രാജ്യം ഭരിച്ച പ്രധാനമന്ത്രിയാണ് വിട ചൊല്ലുന്നത്. സിഖ് സമുദായത്തിൽ നിന്നുള്ള ആദ്യത്തെ പ്രധാനമന്ത്രി, ഏക പ്രധാനമന്ത്രി കൂടിയാണ് വിട വാങ്ങിയിട്ടുള്ളത്.